സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്ന ബ്രെഡ് ഇല്ലേ, അത് നമ്മൾ സാധാരണ എന്താ അറ്റ ഭാഗമൊക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെ ബാക്കി വരുന്ന ബ്രെഡ് കൊണ്ട് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്കൊരു കിടിലൻ ഹെൽത്തി ലഡു ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ടുള്ള ഒരു ഹെൽത്തി ലഡു ആണ് തയ്യാറാക്കുന്നത്. ഇതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ക്യാരറ്റ് ലഡുവിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മുകളിൽ വരുന്ന ഐ ബട്ടണിൽ ഒന്ന് നോക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെൽത്തി ബ്രെഡ് ലഡു തയ്യാറാക്കുന്നതിന് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ബ്രെഡാണ്. നിങ്ങൾക്ക് വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഉപയോഗിക്കാം. മധുരത്തിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ശർക്കരയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. 8 പീസ് ബ്രെഡിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ്. നിങ്ങളുടെ കയ്യിൽ മുഴുവനായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ അനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമ്മൾ ശർക്കരയാണോ പഞ്ചസാരയാണോ ഏതാന്ന് വെച്ചാൽ ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമ്മുടെ നോർമൽ തേങ്ങ ചിരവിയത് ഒരു മിനിറ്റിൽ താഴെ നമ്മുടെ ചൂടായിട്ടുള്ള പാനിലിട്ട് ഒന്ന് അതിലത്തെ ഈർപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അപ്പം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. അപ്പം ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യാണെങ്കിലും ഉപയോഗിക്കാവേ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ബ്രെഡ് സ്ലൈസസ് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി. നമ്മുടെ ബ്രെഡ് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയായി പോകരുത്, സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യണം. അപ്പം ഇതിനി ഓഫ് ചെയ്ത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാവേ. ഇപ്പം നമ്മുടെ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നല്ല ചൂടാണ് ശർക്കരയ്ക്ക്. നിങ്ങൾ പ്ലാസ്റ്റിക് സ്ട്രെയിനർ കൂടെ അരിച്ചെടുക്കരുത്. അപ്പം എന്തെങ്കിലും സ്റ്റീൽ ടൈപ്പ് സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിലൂടെ വേണം അരിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇനി ഈ ശർക്കര അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇത് സ്ട്രെയിനറിൽ കൂടി അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ബട്ടർ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറു ചൂടോടുകൂടി വേണം നമുക്ക് ഇത് ഉരുള പിടിക്കാനായിട്ട്. അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യം നമ്മുടെ മിക്സിന്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യോ ബട്ടറോ അല്പം നമ്മുടെ കയ്യിൽ തൂത്തിട്ട് നമുക്ക് ഇത് ഉരുളകളാക്കി എടുക്കാം. ബ്രെഡ് ഒരുപാട് അങ്ങ് മൂത്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഈ കോക്കനട്ടിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെൽത്തി ബ്രെഡ് ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ലഡുവിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ലഡു ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് കാണും വരേക്കും നന്ദി.